നശിപ്പിച്ചു കളയരുത് അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എന്താണ് നാം സഹിച്ചത്? തൗഹീദിന് വേണ്ടി, അല്ലാഹുവിന്റെ വഹദാനിയത്തിന് വേണ്ടി എന്താണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും സഹിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ അൽ അമീൻ എന്ന് മാത്രം വിളിക്കപ്പെട്ടിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 40ാമത്തെ വയസ്സിൽ അതാ പറയുകയാണ് മക്കയിലെ ജനങ്ങളെ, ബനൂ ഹാശിമേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാത്തയല്ലടോ, മനാത്തയല്ലടോ, ഉസ്സയല്ലടോ, ഹബലയല്ലടോ, ആരാണ് പിന്നെ ആരാധനക്കർഹൻ? 7 ആകാശങ്ങളെയും വിധാനിച്ച തമ്പുരാൻ, 7 ഭൂമികളെയും വിധാനിച്ച തമ്പുരാൻ, ഭൂമിയുടെ നിഗൂഢതകളുടെ മിടിപ്പറിയുന്ന നാഥൻ. ആ നാഥന്റെ മുന്നിലാകട്ടെ പ്രാർത്ഥന, ആ നാഥന്റെ മുന്നിലാകട്ടെ കരച്ചിലുകൾ. ആ പ്രവാചകൻ ഒരു വചനം പറഞ്ഞതിന്റെ കാരണം പ്രവാചകന്റെ വിരിമാറിലേക്ക് അതാ കല്ലേറുകൾ പാഞ്ഞു വരികയാണ്. പ്രവാചകനെ കൂക്ക് വിളിക്കപ്പെടുകയാണ്. പ്രവാചകന്റെ മുഖത്തെ കടികൊള്ളുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ തിരുശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞ കൊടൽമാല വലിച്ചെറിഞ്ഞ സമയത്ത് പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഓടി വന്നുകൊണ്ട് തന്റെ പിതാവിന്റെ ശരീരത്തിൽ നിന്ന് ആ കുടൽമാല മാറ്റി ഗത്യന്തരമില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മയുടെ വീട്ടുകാരുടെ തായിഫിന്റെ മണ്ണിലേക്ക് കടന്നുപോയ സന്ദർഭം പ്രവാചകൻ പറഞ്ഞു, തായിഫിന്റെ മക്കളെ, തായിഫിന്റെ ആളുകളെ, എന്റെ ഉപ്പാന്റെ ആളുകൾ എന്നെ ഒഴിവാക്കി, എന്റെ ഉപ്പാന്റെ ആളുകൾ എന്നെ കല്ലെറിഞ്ഞു, എന്നെ കൂക്ക് വിളിച്ചു, എന്നെ ബഹിഷ്കരിച്ചു കളഞ്ഞു. പക്ഷേ നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്നെ കൈവിടരുതേ ഉമ്മാന്റെ ആളുകളെ, എന്നെ അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കരുതേ എന്ന പ്രവാചകന്റെ കണ്ണുനീരിൽ കുതിർന്ന വാക്കുകൾ പുറം കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു തായിഫിലെ ജനത. അങ്ങാടി കുട്ടികൾ വിളിച്ചുകൊണ്ട് പ്രവാചകനെ കല്ലെറിയാൻ പറഞ്ഞു. കല്ലുകൾ പ്രവാചകന്റെ തിരുശരീരത്തിലേക്ക് തുരുതുരാ വന്നു വീണു. പ്രവാചകന്റെ നെറ്റിത്തടം പൊട്ടി മുഖത്തുകൂടി ചോര വാർന്നൊലിക്കാൻ തുടങ്ങി. പ്രവാചകന്റെ മനസ്സ് തളർന്നു. നിറചുണ്ടുകളുമായി, നിറയുന്ന കണ്ണുകളുമായി പ്രവാചകൻ തായിഫിന്റെ തെരുവീതികളിലൂടെ നടന്നു. ആരോരും സാന്ത്വനത്തിനില്ലാതെ, ആരോരും സമാധാനത്തിനില്ലാതെ, ലോകത്തിന്റെ കാരുണ്യത്തിന്റെ പ്രതീകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിന്റെ മണ്ണിലേക്ക് അനാഥത്വത്തിന്റെ പ്രതീകമായി നടന്നുപോയ പ്രവാചകൻ ഏതോ ഒരു ജൂതന്റെ മുന്തിരിത്തോട്ടത്തിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഏങ്ങിക്കരയുന്ന പ്രവാചകന്റെ അടുത്തേക്ക് ആകാശലോകത്തു നിന്ന് മലക്കുകൾ വരികയാണ്. പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ 2 മലകളെ കണ്ടോ? തായിഫിന്റെ 2 ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന മാമലകൾ കണ്ടോ പ്രവാചകരെ? മലക്കുൽ ജിബാൽ ഇതാ ഞങ്ങളുടെ കൂടെയുണ്ടോ? താങ്കൾ ഒരു വാക്ക് പറഞ്ഞാൽ ഈ 2 മലകൾക്കിടയിലിട്ട് ഈ സമുദായത്തെ മുഴുവനും നശിപ്പിച്ചു കളയും പ്രവാചകരെ എന്ന് പറഞ്ഞ സമയത്ത് പ്രവാചകന്റെ നാവിൽ നിന്നുതിർന്നു വീണ വചനം എന്താണെന്നറിയുമോ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ. നാദാ തമ്പുരാനെ, പുറത്തു കൊടുക്കനാദാ, മാപ്പ് നൽകി തമ്പുരാനെ, ഫഇന്നഹും ലാ യഅലമൂൻ, അവരറിവില്ലാത്തവരാണ് നാദാ, വിവരമില്ലാത്തവരാണ് തമ്പുരാനെ, ജാഹിലീങ്ങളാണ് നാദാ. മർദ്ദിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, തൊഴിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മുഖത്തടിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ശരീരത്തിൽ നിന്ന് ചോര പൊട്ടിയൊലിക്കുന്ന സമയത്തും കല്ലുകളാൽ അഭിഷേകം ചെയ്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കൂക്കി വിളിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഉമ്മാക്ക് തെറി വിളിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ബാപ്പാക്ക് തെറി വിളിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പ്രവാചകന്റെ ജീവിതത്തിന്റെ മകുടോദാഹരണം. പ്രവാചകന്റെ ജീവിതം സ്നേഹത്താൽ നിബിഡമാണ്. അതിൽ ക്രൂരതയില്ല, അതിൽ യാതൊരു തരത്തിലുള്ള ക്രൂരതയും വഞ്ചനയുമില്ല. തികഞ്ഞ സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെതിരെ ലോകത്തിന്റെ തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് പറഞ്ഞു നടക്കുന്ന എന്തൊക്കെയോ ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളായ ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കണേ, നിങ്ങൾ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളിൽ നിന്നല്ല. നിങ്ങൾ മുഹമ്മദ് നബിയെ മനസ്സിലാക്കേണ്ടത് ജൂതന്റെ നാവുകളിൽ നിന്നല്ല. നിങ്ങൾ മുഹമ്മദ് നബിയെ മനസ്സിലാക്കേണ്ടത് അമേരിക്കക്കാരന്റെ അച്ചടി യന്ത്രത്തിൽ നിന്നല്ല. നിങ്ങൾ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ കമ്പ്യൂട്ടറിന്റെ ടെക്നോളജിയിൽ നിന്നല്ല. മറിച്ച് മുഹമ്മദ് നബിയെ മനസ്സിലാക്ക് ഖുർആനിലൂടെ, ഹദീസിലൂടെ. സ്നേഹത്തിന്റെ മുറുകുടമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സെക്യുലറിസത്തിന്റെ പ്രതീകമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ എഴുതി വെച്ച സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന ഉന്നതമായ വചനത്തിന്റെ അർത്ഥശാസ്ത്രം 1400 വർഷങ്ങൾക്ക് മുമ്പ് വരണ്ടുണങ്ങിയ മരുഭൂമിയുടെ മധ്യത്തിൽ സ്ഥാപിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിന്റെ മുന്നിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകുകയാണ്, ഒരു ജൂതന്റെ മയ്യത്ത്. ഒരു ജൂതന്റെ ശവം കൊണ്ടുപോകുന്ന സമയത്ത് പ്രവാചകൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണ്ണുനീര് പൊഴിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, എന്തിന് പ്രവാചകരെ, എന്തിന് താങ്കൾ കരയണം? ജൂതനല്ലേ, താങ്കളെ കല്ലെറിഞ്ഞവനല്ലേ, താങ്കളെ കൂക്ക് വിളിച്ചവനല്ലേ, അവൻ മനുഷ്യനല്ലേ മക്കളെ? പ്രവാചക തിരുമേനിയുടെ ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ മനുഷ്യനല്ലേ മക്കളെ? അവൻ മനുഷ്യന്റെ പുത്രനല്ലേ? അവന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തത്തിന്റെ കളർ ചുവപ്പ് തന്നെയല്ലേ? അവനുള്ള വേദനയും എനിക്കുള്ള വേദനയും ഒന്നല്ലേ? മഹത്തായ ഹ്യൂമണിസത്തിന്റെ വചനങ്ങൾ പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന സിനിമയിലൂടെയല്ല. നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞോ? ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന പേരിൽ ഒരു സിനിമ ഇറക്കി. നമ്മുടെ മുത്തുനബിയെ എത്രത്തോളം അപമാനിച്ചു. മുത്തുനബി അതിൽ കള്ളുകുടിയനാണ്, മുത്തുനബി അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുപിടിയനാണ്, മുത്തുനബി അതിൽ യുദ്ധക്രൂരനാണ്. എന്താണ് പ്രവാചകന്റെ മനസ്സ്? യുദ്ധക്കൊതിയനാണോ പ്രവാചകൻ? ആണോ? ഒരിക്കലുമല്ല. ഏറ്റവും ലളിതമായ മനസ്സായിരുന്നു, ചെറിയ കാര്യം കൊണ്ട് തകർന്നു പോകുന്ന മനസ്സായിരുന്നു പ്രവാചകന്റേത്. ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു പെണ്ണ് ഒരു കുലമുന്തിരിയുമായി കടന്നു വന്നു. ശരിക്ക് കേൾക്കണേ, ഒരു കുലമുന്തിരിയുമായി കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുന്തിരി വാങ്ങിച്ചു, ഓരോന്നായി കഴിച്ചു. ആർക്കും കൊടുത്തില്ല. വന്ന സ്ത്രീ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ഞാൻ കൊടുത്ത മുന്തിരി എന്റെ നബി മുഴുവനും കഴിച്ചല്ലോ. സന്തോഷത്തോടെ ആ സ്ത്രീ മടങ്ങിപ്പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു സഹാബികൾ, പ്രവാചകരെ, ഇങ്ങനെയല്ലല്ലോ പതിവ്, ഇതല്ലല്ലോ പതിവ്. എന്ത് ഹദിയ കൊണ്ടുവന്നാലും താങ്കൾ എല്ലാവർക്കും തരുമല്ലോ, എന്നിട്ട് മാത്രമേ താങ്കൾ ഭക്ഷിക്കുള്ളൂ. ഇന്നെന്ത് പറ്റി? പ്രവാചകൻ പറഞ്ഞു, ആ സ്ത്രീ പോയല്ലോ. പ്രവാചകൻ പറഞ്ഞു സഹാബികളോട്, ആ മുന്തിരി ഭയങ്കര പുളിയുള്ളതായിരുന്നു. ആ മുന്തിരി എങ്ങാൻ ഞാൻ നിങ്ങൾക്ക് തന്നാല്, ആ മുന്തിരി കഴിച്ചിട്ട് ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി നിങ്ങളിൽ ആരെങ്കിലും പുളിക്കുന്ന മുന്തിരിയാണോ ഈ പ്രവാചകന് കൊണ്ടുകൊടുക്കുന്നത് എന്നൊരു വാക്ക് പറഞ്ഞ ആ സ്ത്രീ ഇവിടെ അപമാനിതയാകും. ആ പെണ്ണിന്റെ കണ്ണ് നിറയും. അത് മുഹമ്മദിന് സഹിക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ പ്രവാചകന് സഹിക്കില്ല മക്കളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അല്ലെ, ഒരു സ്ത്രീയുടെ കണ്ണുനീര് കാണാൻ പോലും ആഗ്രഹിക്കാത്ത പ്രവാചകൻ എങ്ങനെയാ ക്രൂരനാകുക സഹോദരങ്ങളെ? എങ്ങനെ ക്രൂരനാകും അല്ലെ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന് വേണ്ടി അനുഭവിച്ച വേദനകൾ അനുപമവും അതുല്യവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ മുഴുവനും ബഹിഷ്കരിച്ചു. ബനൂ ഹാഷിമിനെ മുഴുവനും ബഹിഷ്കരിച്ചു, എംബാർഗോ ചെയ്തു. എങ്ങനെ? ഇന്ന് ഇറാനിനെ അമേരിക്ക ചെയ്യുന്നത് പോലെ. അവിടെ അവരൊരു കടലാസിൽ എഴുതി വെച്ചു ആ ബഹിഷ്കരണത്തെ കുറിച്ച്. കാലങ്ങൾക്ക് ശേഷം ഒരുപാട് ആളുകൾ ആ ബഹിഷ്കരണത്തെ എതിർത്തു. ആ ആളുകൾ കഅബ ശരീഫിന്റെ അകത്ത് സൂക്ഷിച്ച ആ ബഹിഷ്കരണത്തിന്റെ പേപ്പർ എടുക്കാൻ വേണ്ടി അകത്തേക്ക് കടന്നു. ചിതലരിച്ചിരുന്നു അത്.
അല്ലാഹുമ്മ ബിസ്മിക് എന്ന വചനം മാത്രം ഒഴികെ ബാക്കി മുഴുവനും ചിതലരിച്ചിരുന്നു. പ്രവാചകന്റെ കുടുംബത്തിനെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ എഗ്രിമെന്റിന്റെ കടലാസ് ചിതലരിച്ചു കളഞ്ഞിരുന്നു. ഖുർആനിലൂടെ അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു വമാ ഹിയ ഇല്ലാ ദിക്റാ ലിൽ ബശർ. അല്ലാഹുവിന്റെ പട്ടാളക്കാരെ കുറിച്ച് ആർക്കാണ് അറിയുക? അവനല്ലാതെ. അല്ലാഹുവിന്റെ പട്ടാളക്കാരെ കുറിച്ച് മറ്റാർക്കും അറിയില്ല. പ്രവാചകന്റെ കുടുംബത്തിനെ പീഡിപ്പിക്കാൻ വേണ്ടി നെറികെട്ടിയിറങ്ങിയ ഖുറൈശികളുടെ എഗ്രിമെന്റിന്റെ കടലാസ് മുഴുവനും തിന്നു തീർത്തത് ചിതലുകളുടെ രൂപത്തിൽ വന്ന അല്ലാഹുവിന്റെ പട്ടാളമായിരുന്നു. അല്ലാഹുവിന്റെ പട്ടാളം, മുസ്ലിമീങ്ങളെ സഹായിക്കുന്ന പട്ടാളം. തൗഹീദ് എവിടെയുണ്ടോ അവിടെ സഹായഹസ്തവുമായെത്തുന്ന ലോകൈകനാഥനായ അല്ലാഹുവിന്റെ റബ്ബിന്റെ പട്ടാളം. തകർക്കാൻ ആർക്കും സാധിക്കില്ല. റബ്ബിന്റെ പട്ടാളം, അല്ലാഹുവിന്റെ പട്ടാളത്തെ കുറിച്ച് മനുഷ്യരെ നിങ്ങൾക്കറിയില്ല. ഏത് രൂപത്തിലാണ്? ഒരുപക്ഷെ ഒരു ഉറുമ്പിന്റെ രൂപത്തിലായിരിക്കും. അല്ലാഹുവിന്റെ പട്ടാളം അതൊരു ഉറുമ്പിന്റെ രൂപത്തിലാണെങ്കിൽ അമേരിക്കയുടെ ആണവ റിയാക്ടറുകളെ കടിച്ചു മുറിച്ചുകൊണ്ടോ അതിന്റെ വിജയം സ്ഥാപിക്കുക തന്നെ ചെയ്യും. വല്ലാഹി സത്യം, തകർക്കാൻ സാധ്യമല്ല അല്ലാഹുവിന്റെ പട്ടാളത്തെ. സഹോദരങ്ങളെ, മനസ്സിലാക്കുക അല്ലാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കുക, ആ വഹ്ദാനിയത്തിനെ മനസ്സിലാക്കുക. വർഷങ്ങളോളം തടവിലിട്ടു, എംബാർഗോ ചെയ്തു പ്രവാചകന്റെ കുടുംബത്തിനെ, ബനൂ ഹാശിമിനെ. അല്ലെ, ഇലകൾ തിന്ന് ജീവിച്ചു. ആടുകൾ കഷ്ടിക്കുന്നത് പോലെ അവരെ കഷ്ടിച്ചു. ഖുർആൻ ചോദിച്ചു നമ്മോട്. ഖുർആൻ വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. അല്ല മുസ്ലിമീങ്ങളെ, നിങ്ങൾ വിചാരിക്കുകയാണോ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് തെറ്റി. വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ അല്ലാഹു പരീക്ഷണത്തിന്റെ മുകളിൽ പരീക്ഷണം നൽകുക തന്നെ ചെയ്യും. ഏതുവരെ? ആരാണ് ജിഹാദ് ചെയ്യാൻ തയ്യാറെന്ന് അറിയുന്നത് വരെ, ആരാണ് ക്ഷമാലുക്കളെന്ന് അറിയുന്നത് വരെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എത്രയെത്ര പരീക്ഷണത്തിന്റെ രാവുകൾ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ കടന്നുപോയി, അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ കടന്നുപോയി, ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ കടന്നുപോയി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കടന്നുപോയി, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ കടന്നുപോയി. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനൻ ബിലാലിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. ബിലാലെ, ഇസ്ലാം നീ സ്വീകരിച്ചിട്ടുണ്ടോ? അതേ, ഞാൻ സ്വീകരിച്ചു യജമാനനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. എന്റെ മനസ്സിൽ ലാത്തയില്ല, ഉസ്സയില്ല, മനാത്തയില്ല, ഹബലയില്ല, ആരോരുമില്ല, അല്ലാഹു മാത്രമാണ് എന്റെ മനസ്സിൽ. ബിലാലിനെ മരുഭൂമിയിലേക്ക് വലിച്ചിഴച്ചു. ബിലാലിന്റെ കറുത്ത ശരീരത്തിൽ ചാട്ടവാറുകൊണ്ട് തുരുതുരാടിച്ചു. ബിലാലിന്റെ നെഞ്ചത്തേക്ക് ഭാരമുള്ള കല്ലുകൾ കയറ്റിവെച്ചു. ബിലാലിന്റെ രണ്ട് കാലുകളിലും ശക്തരായ ഒട്ടകങ്ങളെ കെട്ടിയിട്ടുകൊണ്ട് വിപരീത ദിശയിലേക്ക് നയിച്ചു. വേദന കൊണ്ട് പുളയുന്ന ബിലാലിന്റെ ശരീരത്തിലേക്ക് ആവർത്തിച്ചാവർത്തിച്ച് പ്രഹരമേൽപ്പിച്ചിട്ട് പോലും കറുത്തവനായ വിരൂപിയായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ നാവുകൾ ഉച്ചരിച്ച മന്ത്രം എന്താണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഅബ ശരീഫിന്റെ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ നാഥനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ മറ്റൊരാരാധന എനിക്കില്ല. എന്തൊരു സുന്ദരമായ വചനം! ചാട്ടവാറിനെ തകർക്കാൻ സാധിക്കാത്ത തൗഹീദ്, പാറക്കല്ലുകൾക്ക് തകർക്കാൻ സാധിക്കാത്ത തൗഹീദ്, ആക്രോശങ്ങൾക്ക് തകർക്കാൻ സാധിക്കാത്ത തൗഹീദ്, അധികാരത്തിന്റെ ചങ്ങലകൾക്ക് തകർക്കാൻ സാധിക്കാത്ത തൗഹീദ്. സുമയ്യ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ ഇബ്നു യാസിറിനെയും ഒരുമിച്ച് കെട്ടിയിട്ടു. അമ്മാറിന്റെ ഉമ്മയാണ് സുമയ്യ റളിയല്ലാഹു
അൻഹാ അമ്മാറിന്റെ മുന്നിൽ വെച്ച് സുമയ്യയെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അമ്മാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഉമ്മയെ ഒന്നും ചെയ്യല്ലേ, എന്റെ ഉമ്മയെ ഉപദ്രവിക്കല്ലേ, എന്റെ ഉമ്മയെ വെറുതെ വിടണേ, ഞാൻ ഇവിടെയില്ലേ, എന്നെ അടിച്ചോളൂ, എന്നെ പ്രഹരിച്ചോളൂ. ആ അമ്മാറിന്റെ മുന്നിൽ വെച്ച് തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യസ്ഥാനത്തേക്ക് കുന്തമിറക്കിക്കൊണ്ട് കൊന്നുകളയുകയാണ്. 10 മാസം ഗർഭം ചുമന്ന് യാതനയും വേദനയും സഹിച്ച തന്റെ മാതാവ് തന്റെ കൺമുന്നിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന കാഴ്ച ലോകത്ത് അമ്മാറിനല്ലാതെ മറ്റാർക്കാണ് കാണേണ്ടി വന്നിരിക്കുക? എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന് വേണ്ടിയല്ലേ സഹോദരങ്ങളെ ഇത്രത്തോളം ത്യാഗം സഹിച്ചത്, ഇത്രത്തോളം ബുദ്ധിമുട്ട് സഹിച്ചത്? മറ്റെന്തിനു വേണ്ടിയാണ് അല്ലേ? ഈ ബനൂ ഹാഷിമിന്റെ ബഹിഷ്കരണത്തോടനുബന്ധിച്ച് ഖുർആൻ ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ട്. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച വേദന, അവരനുഭവിച്ച ആ യാതന അതനുഭവിക്കാതെ മുഅ്മിനീങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനമില്ല, സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ നമുക്കറിയാം. 13 വയസ്സ് മാത്രമുള്ള ഹബീബ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുത്തേക്ക് പോയ കഥ ആരുടെയും ഹൃദയത്തെ തകർത്ത് കളയുന്ന വല്ലാത്ത ഒരു കഥ. മുസൈലിമത്തുൽ കദ്ദാബ് പ്രവാചകന് കത്തയക്കുകയാണ്. എന്താണ് കത്ത്? യാ മുഹമ്മദ്, ഞാൻ മറ്റൊരു പ്രവാചകനാണ്, നീ മറ്റൊരു പ്രവാചകനാണ്. ഈ ഭൂമിയുടെ അവകാശം നമുക്ക് 2 പേർക്കും തുല്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഹബീബിനെ അടുത്തേക്ക് വിളിച്ചു, കത്തെഴുതിക്കൊണ്ട് ഹബീബിന്റെ കയ്യിൽ കൊടുത്തു, പറഞ്ഞു, ഹബീബേ, നീ ഇത് മുസൈലിമയ്ക്ക് കൊണ്ടുകൊടുക്കണം, മുസൈലിമയ്ക്ക് കൊണ്ടുകൊടുക്കണം ഹബീബേ. ഹബീബ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു, പറഞ്ഞു, അനമിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശവുമായി കടന്നു വന്ന ആളാണ്, ഞാൻ മുഹമ്മദിന്റെ സന്ദേശവുമായി കടന്നു വന്നതാണ്. മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി ഹബീബിനോട് ചോദിച്ചു, എന്റെ പ്രവാചകത്വം നീ അംഗീകരിക്കില്ലേ? ഹബീബ് റളിയല്ലാഹു അൻഹു ധീരനായിരുന്നു, ആൺകുട്ടിയായി പിറന്ന ആളായിരുന്നു. ഹബീബ് പറഞ്ഞു, ഇല്ല, ഞാൻ അംഗീകരിക്കില്ല. മുസൈലിന്റെ പരിവാരങ്ങൾ 2 ഭാഗത്തുമുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ചു. ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ മുറിച്ചു, തോള് വരെ മുറിച്ചു കളഞ്ഞു. ആ സമയത്തും 13 വയസ്സ് മാത്രമുള്ള അനുജന്മാരെ കേൾക്കണേ, കൗമാരപ്രായത്തിന്റെ തുടിപ്പ് കഴിയാത്ത ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് വന്ന വചനം, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. കൈ തോള് വരെ മുറിച്ചു കളഞ്ഞു, കാല് അരവരെ മുറിച്ചു കളഞ്ഞു. അവസാനം മിഞ്ചിഞ്ചായി ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയുകയുണ്ടായി. ആ സമയത്തൊന്നും ഹബീബിന്റെ നാവിൽ നിന്ന് റളിയല്ലാഹു അൻഹു വറദു അൻഹു, ഹബീബിന്റെ നാവിൽ നിന്ന് മുസൈലിമത്തുൽ കദ്ദാബിന്റെ സിദ്ധാന്തം അംഗീകരിക്കുന്ന ഒരൊറ്റ വാക്ക് പോലും വന്നിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെന്തിനു വേണ്ടിയായിരുന്നു? വാളിന്റെ മുന്നിൽ തോൽക്കാത്ത വഹ്ദാനിയത്തിന്റെ ശക്തിക്ക് വേണ്ടിയായിരുന്നു, ആ വഹ്ദാനിയത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വഹ്ശി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ച് പിളർത്തിക്കൊണ്ട്, വയറ് പിളർത്തിക്കൊണ്ട് അതിന്റെ അകത്ത് നിന്ന് കരൾ പുറത്തേക്കടിച്ച് കടിച്ചു ചവച്ച് തുപ്പി മരിച്ച മയ്യത്ത്, ശുഹദാക്കളുടെ മയ്യത്ത് കാണുന്ന സമയത്ത് പ്രവാചകനദാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. പ്രവാചകന്റെ നയനങ്ങൾ നനഞ്ഞു, പ്രവാചകന്റെ ചുണ്ടുകൾ വിറച്ചു, പ്രവാചകന്റെ മുഖം വല്ലാതെ വിവർണമായി. തന്റെ പ്രിയപ്പെട്ട എളാപ്പയുടെ ശരീരം ഇത്രമാത്രം വികൃതമാക്കിയല്ലോ, മയ്യത്ത് പോലും കാണാൻ അവസരം തരാതെ, അനുവദിക്കാതെ മുശ്രിക്കീങ്ങൾ ഇത്തരത്തിലാക്കിയല്ലോ. കാലങ്ങൾക്ക് ശേഷം
കാലങ്ങൾക്ക് ശേഷം അതാ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അതേ മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ എനിക്ക് മുസ്ലിമാകണം, നബിയേ എനിക്ക് മുസ്ലിമാകണം. ഞാനും നിങ്ങളുമാണെങ്കിൽ എന്ത് ചെയ്യും? പ്രവാചകന് എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രവാചകൻ മുഖം തിരിച്ചു കളഞ്ഞു. അല്ലാഹു ആയത്തിറക്കി, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പ്രവാചകരെ പറയണേ, സ്വശരീരങ്ങളോട് അക്രമം കാണിച്ച എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കും, പ്രവാചകരെ ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകേണ്ട മോനെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകേണ്ട അനുജ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകി മടങ്ങിപ്പോകേണ്ട ആവശ്യമില്ല ജ്യേഷ്ഠ. കടലിന്റെ വരകൾക്ക് സമാനമായി നീ പാപം ചെയ്തിട്ടുണ്ടോ? ആകാശത്തിന്റെ അനന്ത വിഹായസിന് സമമായി നീ പാപം ചെയ്തിട്ടുണ്ടോ? അനന്തമായി പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ മണൽത്തരികൾക്ക് സമാനമായി നീ പാപം ചെയ്തിട്ടുണ്ടോ? കരങ്ങൾ ഉയർത്തുക, അല്ലാഹുവിനോട് പറയുക, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി, അല്ലാഹുവേ എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ പാപം പുറത്തു തരുന്നവനായി പ്രപഞ്ചത്തിൽ മറ്റാരാണുള്ളത്? സുന്ദരമായ വചനം, ആരുടെയും ഹൃദയം കവരുന്ന വചനം അല്ലേ? തിരിച്ചു പോകാം നമുക്ക് തൗഹീദിലേക്ക്, തിരിച്ചു പോകാം നമുക്ക് തൗഹീദിലേക്ക്, പശ്ചാത്താപത്തിലേക്ക്. ഹംസ റളിയല്ലാഹു അൻഹു ജീവൻ കൊടുത്ത തൗഹീദ്, ഹബീബ് റളിയല്ലാഹു അൻഹു ജീവൻ കൊടുത്ത തൗഹീദ്, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ജീവൻ കൊടുത്ത തൗഹീദ്. ആരാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു? ആരാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മരിച്ചുകൊണ്ട് മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന സമയം വൃദ്ധയായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ആ മയ്യത്ത് കട്ടിലേക്ക് നോക്കിക്കൊണ്ട് പാട്ടുപാടി. എന്താണ് പാട്ടെന്നറിയുമോ? ഖാലിദേ പൊന്നുമോനെ, ഖാലിദേ പൊന്നുമോനെ, നിന്റെ കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് കോരിത്തരിക്കാത്ത ഒരു പുൽക്കടി പോലും ഇറാഖിന്റെ മണ്ണിലില്ല. നിന്റെ പാദസരങ്ങളുടെ അനക്കങ്ങൾ കേട്ടുകൊണ്ട് സ്തബ്ധമാകാത്ത ഒരു മണൽക്കറി പോലും സൗദി അറേബ്യൻ മണ്ണിലില്ല. നിന്റെ വാളുകൾ കൊണ്ട് സുരക്ഷിതരായ ആയിരക്കണക്കിന് അനാഥത്വത്തിന്റെ പ്രതീകങ്ങളുണ്ട് ഇവിടെ. സ്വന്തം മക്കളെയും ഭാര്യയെയും ഉമ്മയെയും സംരക്ഷിക്കുന്ന ചീറ്റപ്പുലിയായിരുന്നു മോനെ നീ എന്ന് ആർദ്രനയനങ്ങളുമായി ഖാലിദിന്റെ റളിയല്ലാഹു അൻഹു മാതാവ് പാട്ടുപാടി. ഇത് കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ് മാ, സത്യമാണ് നിങ്ങൾ പറഞ്ഞത്, സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. ധീരതയുടെ പര്യായം അല്ലേ? യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ സ്വന്തം ശരീരം അർപ്പിച്ചുകൊണ്ട് യുദ്ധായത്, ഷഹീദായത് എന്തിനു വേണ്ടി? ലില്ലാഹ്, ലില്ലാഹ്, വഹ്ദാനിയത്തിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി അല്ലേ? പ്രവർത്തിക്കണ്ടേ ആ വഹ്ദാനിയത്തിന് വേണ്ടി? പ്രവർത്തിക്കണ്ടേ വേണ്ടേ? അലി റളിയല്ലാഹു അൻഹു പ്രവർത്തിച്ച വഹ്ദാനിയത്തിന് വേണ്ടി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവർത്തിച്ച വഹ്ദാനിയത്തിന് വേണ്ടി എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക? ആ വഹ്ദാനിയത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? പ്രബോധനം അല്ലേ? പ്രബോധനം എന്ന് പറയുന്നത് ഉനൈസി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ ഹനീഫിന്റെയോ ബഷീറിന്റെയോ ഹാരിസിന്റെയോ ഉത്തരവാദിത്തമല്ല തൗഹീദ്. പിന്നെ തൗഹീദ് ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരു ആയത്താണെങ്കിലും അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന പ്രവാചകന്റെ വചനം, പ്രബോധനം നെഞ്ചോട് ചേർക്കുക. ധർമ്മത്തിനെതിരെ ധർമ്മത്തിന് വേണ്ടി ശബ്ദിക്കുക, അധർമ്മത്തിനെതിരെ പോരാടുക. ഇതാണ് ഒരു മുസ്ലിമിന്റെ കടമ അല്ലേ? ഒരു മുസ്ലിമിന്റെ കടമ അതാണ്. ഭവിഷ്യൽ പുരാണം മുസ്ലിമീങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അറിയോ? കേട്ടിട്ടുണ്ടോ? ഭവിഷ്യൽ പുരാണം മുസ്ലിമീങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ലിംഗച്ഛേദിശികാഹീനസ്മശ്രുതാനി സദൂഷകാ ഉച്ചാലബി സർവഭക്ഷി ഭവിഷ്യതി ജനമോ വിനകൗശലം ച വശവസ്തോ ശാഭക്ഷയാമതമാം മുസൈലനവ സംസ്കാര കുശൈരഭവ വിശ്വതി
തസ്മാൽ മുസലവന്തോഹ ജാതയോ ധർമ്മദൂഷക ഇതി പൈശാച ധർമ്മശ്ച ഭവിഷ്യതിമിയാകൃത. ഭവിഷ്യൽ പുരാണം നടത്തിയ പ്രവചനം, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തു നിന്നുള്ള പ്രവചനം, ഹൃദയത്തിന്റെ മതിൽ ഭിത്തികളെ തകർത്തുകൊണ്ട് അകത്തേക്ക് കടക്കേണ്ട പ്രവചനം. എന്താണ് ഭവിഷ്യൽ പുരാണം പറയുന്നത്? മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിക്കൊണ്ട് എന്താണ്? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഭവിഷ്യൽ പുരാണം പറഞ്ഞതും അതാണ്, ഖുർആൻ ഉപദേശിക്കുന്നതും അതാണ്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുൽ മുഅ്മിനൂൻ വഅക്സറുഹുൽ ഫാസിഖൂൻ. നിങ്ങളിൽ നിന്നൊരു സമുദായമുണ്ടാകട്ടെ, അധർമ്മത്തിന്റെ കോട്ടവത്തലങ്ങളിൽ ചെന്നുകൊണ്ട് കരം പിടിക്കുന്ന ധീരന്മാരായ യുവാക്കൾ ഉണ്ടാകട്ടെ, ധർമ്മത്തിന് വേണ്ടി ഘോരം ശബ്ദിക്കുന്ന യുവാക്കൾ ഉണ്ടാകട്ടെ. ഖുർആനിന്റെ ഉപദേശം അത് തന്നെയാണ്. എങ്ങനെയാണ് പ്രബോധനം ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. എനിക്ക് ശേഷം ഒരു കാലഘട്ടം വരും, അധർമ്മങ്ങൾ കൊണ്ട് മുഖരിതമായ, അനാചാരങ്ങൾ കൊണ്ട് മുഖരിതമായ ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ധർമ്മത്തിന്റെ വക്താക്കളാകാൻ ഖുർആൻ നെഞ്ചോട് ചേർക്കണേ, ഹദീസ് നെഞ്ചോട് ചേർക്കണേ. മാലക്കിതാബുകളല്ല, പാളക്കിതാബുകളല്ല, മൗലീദിന്റെ ഗ്രന്ഥങ്ങളല്ല, കുതുബിയത്തിന്റെ ഗ്രന്ഥങ്ങളല്ല. ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കണേ, ഹദീസിന്റെ വചനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണേ. ഏതൊരു ഖുർആനാണോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തെ വേദിച്ചു കൊണ്ടകത്തേക്ക് കിടന്നത്? ആരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു? ഉമർ റളിയല്ലാഹു അൻഹുവിന് കള്ളുകുടിയന്മാരായ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു ദിവസം കള്ള് കുടിക്കാൻ വേണ്ടി തന്റെ കള്ള് ഷാപ്പിലേക്ക് പോകുന്ന സന്ദർഭം ആരോരും അവിടെയില്ല. ഉമറിന്റെ മനസ്സ് മന്ത്രിച്ചു, ഇന്ന് കള്ള് കുടിക്കാൻ സാധ്യമല്ല, പിന്നെ എന്ത് ചെയ്യണം? എന്താണ് ഇന്നത്തെ പ്രവൃത്തി? കഅബ ശരീഫിൽ പോയിക്കൊണ്ടൊരു പുണ്യം ചെയ്യാം, കഅബയെ തവാഫ് ചെയ്യാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബ ശരീഫിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കഅബയുടെ അടുത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവിന്റെ മുന്നിൽ കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ കാണാതെ പ്രവാചകന്റെ അടുത്ത് പോയി നിന്നു. ഉമർ മുസ്ലിമായിട്ടില്ല അന്ന്, പക്ഷേ പ്രവാചകന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വചനങ്ങൾ എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് പോയി നിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിന്റെ മാധുര്യം കേട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വിചാരിക്കുകയാണ്, മുഹമ്മദ് എന്താ കവിയാണോ? മുഹമ്മദ് എന്താ കവിയാണോ? എത്ര സുന്ദരമായ ഭാഷയാണിത്! അതാ അല്ലാഹുവിന്റെ വചനം പ്രവാചകന്റെ നാവിൽ കൂടെ അവതീർണമാകുകയാണ്. വമാ ഹുവ ബിഖൗലി ശായർ ഖലീലൻ മാ തുഅ്മിനൂൻ. ഈ മനുഷ്യനൊരു കവിയല്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ തന്ത്രമാണ്. ഉമറിന്റെ മനസ്സൊന്ന് കവിയാണെന്ന് മന്ത്രിച്ച സമയത്ത് അല്ലാഹു മറുപടി കൊടുക്കുന്നു, വമാ ഹുവ ബിഖൗലി ശായർ ഖലീലൻ മാ തുഅ്മിനൂൻ. ഇയാളൊരു കവിയല്ല, മുഹമ്മദ് ഒരു കവിയല്ല, വളരെ കുറച്ച് പേർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഉമറിന്റെ മനസ്സിൽ വല്ലാത്ത ചാഞ്ചാട്ടം. എന്തൊരത്ഭുതമാണ്! ഇയാളെന്താണോ ഭാവി പ്രവചിക്കുന്ന ആളാണോ? കൈനോട്ടക്കാരനാണോ? എങ്ങനെ എന്റെ ഹൃദയം മന്ത്രിച്ചത് അറിഞ്ഞു. അതാ അടുത്ത വചനം, ഇയാളൊരു കൈനോട്ടക്കാരനല്ല, ഒരു ഭാവി പ്രവചിക്കുന്ന ആളല്ല. ഉമറിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ആദ്യത്തെ വിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചം കടന്നു ചെന്നു. ചിന്താമുഖരിതമായ മനസ്സോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് നടന്നുപോയി. പക്ഷെ വീണ്ടും ഉമറിന്റെ മനസ്സിനെ പിശാച് പിടികൂടി. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വാളൂരി പിടിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭം നഈം ഇബ്നു അബ്ദുല്ല തടയുകയാണ്. ഉമറിനോട് പറയുകയാണ്, ഉമറേ, മുഹമ്മദിനെ കൊല്ലരുത്. നിന്റെ വീട്ടിലെ ആളുകളെ ആദ്യം ശരിയാക്കുക. അവരും മുസ്ലിമായില്ലേ, അവരെ നീ ആദ്യം പോയി കൊല്ലുക. ഉമറിന്റെ പാദങ്ങൾ വീട്ടിലേക്ക് നടന്നുപോയി. വാതിൽ പാളിച്ചവിട്ടി പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ
അതാ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഉമർ ആഞ്ഞടിച്ചു, ഫാത്തിമ എന്ന തന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ മുഖത്തേക്ക് മുഖം പൊട്ടിക്കൊണ്ട് ചോരയൊലിച്ചു. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹു ഒരു സിംഹിയെ പോലെ ചാടി വന്നുകൊണ്ട് ഉമറിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ശത്രുവേ, എന്തിനു വേണ്ടിയാണ് നീ ഞങ്ങളെ ആക്രമിക്കുന്നത്? ഇസ്ലാം സ്വീകരിച്ചതിന് വേണ്ടിയാണോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സൊന്ന് പതറി. എന്ത്, ഇതുവരെ എന്നോടൊരു വാക്ക് പോലും പറയാത്ത എന്റെ പ്രിയപ്പെട്ട പെണ്ണലിതാ എന്നോട് ആക്രോശിക്കാൻ മാത്രം ധൈര്യം കാണിക്കുന്നു. എവിടെന്ന് കിട്ടി ധീരത? എവിടെന്ന് കിട്ടി സ്ഥൈര്യം? ഉമർ പറഞ്ഞു, ആ ഖുർആനൊന്ന് എനിക്ക് തരണേ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഫാത്തിമ പറഞ്ഞു, ഇല്ല ഉമരേ, കുളിച്ചു വരിക, കുളിച്ച് വൃത്തിയായി വരിക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുളിച്ചു വന്നു. ഖുർആനിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടു. ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അല്ലാഹ് വസ്സമാവാതിൽ ഉലാ. ഖുർആനിന്റെ മെസ്മറൈസിംഗ് പവർ, ഖുർആനിന്റെ മാസ്മരികമായ ശക്തി, സൈക്കോളജിക്കൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി ഉമറിന്റെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. ഉമറിന്റെ പാദങ്ങളുടെ ബലം പോയി. ഉമറദാ കൊച്ചുകുട്ടിയെ പോലെ കരയുകയാണ്. അർക്കമിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എവിടെയാണോ ഇസ്ലാമിന്റെ വിപ്ലവത്തിന്റെ തീപ്പൊരി പിറന്നത്, അർക്കമിന്റെ വീട്ടിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു പോകുകയാണ്. വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് കടന്നു. പ്രവാചകൻ ഉമറിനെ നിലത്തേക്ക് വലിച്ചിട്ടു. പ്രവാചകന്റെ കാൽപാദത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഉമർ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത് അല്ലാഹു മാത്രമാണെന്ന് ഞാനിതാ അംഗീകരിക്കുന്നു. മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ അംഗീകരിക്കുന്നു. ആനന്ദത്തിമിർപ്പിനാൽ പ്രവാചകന്റെ നാവിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന വചനം ഉരുവിട്ടു. അർക്കമിന്റെ വീട്ടിൽ ഒളിച്ചിരുന്നിട്ടുണ്ടായ എല്ലാ സഹാബികളും പുറത്തേക്ക് വന്നു. ഉമർ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. മക്കയുടെ കരൽ തുണ്ടമായ ധീരതയുടെ പുത്രനായ സ്ത്രീത്വത്തിന്റെ പ്രതീകമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിന്റെ ആശ്ലേഷണം ലഭിച്ച സമയത്ത് അർക്കമിന്റെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിന്ന ഇസ്ലാമിന്റെ വെളിച്ചമതാ മക്കയുടെ തെരുവീതികളിൽ പടരുകയാണ്. മക്കയുടെ തെരുവീതികളിലൂടെ സഹാബികളും പ്രവാചകനും മാർച്ച് നടത്തുകയാണ്. മാർച്ചിന്റെ മുദ്രാവാക്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാണിയായി ജനിച്ചവനും ദരിദ്രനായി ജനിച്ചവനും ആരാധിക്കേണ്ട അല്ലാഹു ഒന്നാണ്. ഉമറിന്റെ ഇസ്ലാമിന്റെ ആശ്ലേഷണത്തോടെ ഇസ്ലാമിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. കുതിച്ചുയർന്നു ഇസ്ലാമിന്റെ റെപ്യൂട്ടേഷൻ, കുതിച്ചുയർന്നു ഇസ്ലാമിന്റെ അഭിനന്ദനത്തിന്റെ പ്രവാഹം. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് അങ്ങ് മരുഭൂമിയിൽ വരണ്ടുണങ്ങിയ മരുഭൂമിയുടെ മണ്ണിൽ ഉമർ റളിയല്ലാഹു അൻഹു കാഴ്ചവെച്ച ഏതോ ഒരു പ്രൈമിറ്റീവ് കാലഘട്ടത്തിൽ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇല്ലാത്ത കാലഘട്ടത്തിൽ, സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടമില്ലാത്ത കാലഘട്ടത്തിൽ വരണ്ടുണങ്ങിയ മധ്യേഷ്യയുടെ മരുഭൂമിക്ക് നടുവിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാഴ്ചവെച്ച ഭരണത്തെ കുറിച്ച് 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജീവിച്ച ഗാന്ധിജി എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ കാലഘട്ടത്തിൽ പോലും നനഞ്ഞ മണ്ണുള്ള ഇന്ത്യയുടെ മണ്ണിൽ വെച്ച് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്. സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അറേബ്യയുടെ മരുഭൂമിയിൽ ഉമർ നടത്തിയ ഭരണമാണ്. അതാണ് ഇസ്ലാമിന്റെ ശക്തി, തൗഹീദിന്റെ ശക്തി, വഹദാനിയത്തിന്റെ ശക്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത്രയൊക്കെ അഭിനന്ദനങ്ങൾ വാങ്ങിയത് സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടല്ല, മനസ്സിലാക്കുക, വ്യക്തിപ്രഭാവം കൊണ്ടല്ല. പിന്നെ വഹദാനിയത്ത്, അല്ലാഹുവിനെ മാത്രം വിളിക്കുക, അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക. തകർന്നില്ലേ മുസ്ലിമീങ്ങൾ?
മാറിപ്പോയില്ലേ തൗഹീദിൽ നിന്ന്? പിന്നെ എങ്ങനെ അല്ലാഹു സഹായിക്കും? എങ്ങനെ റബ്ബ് സഹായിക്കും? തകർന്നു പോയില്ലേ? അല്ലേ സഹോദരങ്ങളെ, ഒരു വേളയൊന്ന് ഓർക്കുക. ആ ഉമറിന്റെ തൗഹീദിലേക്ക് നമുക്ക് വീണ്ടും ചേക്കേറാം. ലോകത്തിന്റെ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രം മുസ്ലിം സമുദായത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങും. വഹദാനിയത്തുണ്ടായാൽ അതില്ലേ ഒരു കാര്യവുമില്ല മുസ്ലിമീങ്ങളെ കൊണ്ട്, യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം. ജാറങ്ങളും മക്ബറകളും അമ്പലങ്ങളും പുണ്യപുഷ്പങ്ങളും അല്ല എന്റെ ആരാധനാപാത്രം. പിന്നെ ലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച അല്ലാഹുവിലേക്ക് കരയുക, അല്ലാഹുവിലേക്ക് പറയുക, പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. തെല്ല് പോലും വിശ്വാസത്തിന്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, തെല്ല് പോലും വിശ്വാസത്തിന് കളങ്കമുണ്ടാകാൻ പാടില്ല. അല്ലേ? പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം അകലുമ്പോഴാണ് പലതും നമുക്ക് സംഭവിക്കുന്നത്, പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇന്ന് കണ്ണൂരിൽ നിന്ന് ട്രെയിന് കയറി കാസർഗോഡ് വരെ വരുന്ന സമയത്ത് ട്രെയിനിന്റെ അങ്ങേയറ്റത്ത് ഒരു സീറ്റ് ഒഴിവ് കണ്ടു. അവിടെ ഇരിക്കുന്നത് ഒരു വയസ്സായ ആളാണ്. ഞാൻ ചോദിച്ചു, ഏട്ടാ ഇവിടെ ആളുണ്ടോ? ഉണ്ട് മോനെ, ഇവിടെ ആളുണ്ട്, നീ ഇരിക്കണ്ട. ഞാൻ മാറി നിന്നു. ഒരുപാട് നേരം ഞാൻ അവിടെ നിന്നു. എന്റെ കൂടെ വന്ന എന്റെ അനുജൻ സീറ്റ് കിട്ടിയിരുന്നു. ഒരുപാട് നേരം ഞാൻ അവിടെ മാറി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. അല്ലേ? എന്തൊരു വിരോധാഭാസം. എന്നിട്ട് കാഞ്ഞങ്ങാട് വരെ നിന്നുകൊണ്ട് ഞാൻ സഞ്ചരിച്ചു. സഹോദരങ്ങളെ, നിൽക്കേണ്ടതിന്റെ വിഷമം കൊണ്ട് പറയല്ല, പിന്നെ വയസ്സായിട്ട് പോലും ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. സഹോദരങ്ങളെ, പരലോകത്തെ മറക്കുമ്പോ ഉണ്ടാകുന്ന സംഭവ, പരലോകത്തെ മറക്കുമ്പോ ഉണ്ടാവുന്ന ഗതികേടാണ് ഇത് ഉണ്ടാവരുത്. അല്ലെ? ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ബാത്റൂമിൽ കയറിയപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുക, ഭൂമി പരന്നതാണെന്ന് പറയുന്ന ഖുർആനാണോ സത്യം കഴുതകളെ? അതിന്റെ താഴെ ഒരു മുസ്ലിം, ഖുർആനല്ല രാമായണം പൊളിച്ചതെറി. അല്ലെ? അങ്ങനെയാണോ ഒരു മുസ്ലിം പ്രതികരിക്കേണ്ടത്? എന്തു പറ്റി? പരലോകത്തെ കുറിച്ച് വിശ്വാസമില്ല. അല്ലെ? പരലോകം എന്താണെന്ന് അറിയില്ല, പരലോകത്തിലെ സംഭവ വികാസങ്ങൾ എന്താണെന്ന് അറിയില്ല. കല്ലാ ഇദാ ദുഃഖത്തിൽ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹുൽ ദിക്റാ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. പരലോകത്തിന്റെ ദിനത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഭൂമി അതാ അടിച്ച് തവിട് പൊടിയാക്കപ്പെടുന്ന ദിവസം, ലോകൈകനാഥനായ അല്ലാഹുവിന്റെ മലക്കുകളും വരിവരിയായി എഴുന്നള്ളുന്ന ദിവസം, നരകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് കൊണ്ടുവരപ്പെടുന്ന ദിവസം. ആ ദിവസത്തിന് നമുക്ക് ഓർമ്മ വേണം. ശാസ്ത്രീയമായ തെളിവ് പരലോകത്തിനുണ്ട്. സാന്ദർഭികമായി അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1950 എൻസൈക്ലോപീഡിയ ചിക്കാഗോ 4ാമത്തെ വാള്യം 73ാമത്തെ പേജ്, അതിന്റെ 2 പാരഗ്രാഫ് ഇങ്ങനെയാണ്: All the materials in the universe will explode again in another big bang, resulting the new phase of universe resembling the present one. If the universe has not bound, the cosmological expansion will not halt, and the galaxies and stars will all die, leaving the cosmic into a cold and virtually empty. എല്ലാ മെറ്റീരിയൽസും നശിക്കും, എല്ലാം ഒന്നുകൂടി പൊട്ടിത്തെറിക്കും. ഭൂമി ഒരു വെർച്വലി എംടിയിലേക്ക് കടന്നു പോകുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹ് പറഞ്ഞത്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ യൗമഇദ യസ്തുറു الناس اشتاتا ليروا اعمالهم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. മനുഷ്യൻ പാടുപെട്ടുണ്ടാക്കിയ സിവിലൈസേഷൻ മുഴുവനും, നാഗരികതകൾ മുഴുവനും അല്ലാഹു അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയുന്ന ദിവസം, അന്തർലീനമായി കിടക്കുന്ന സകല വസ്തുക്കളും ഭൂമി പുറത്തേക്കെറിയുന്ന ദിവസം, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ അവൻ ഒളിപ്പിച്ചു വെച്ച പാപഭംഗിലമായ വചനങ്ങൾ പുറത്തേക്കെടുക്കപ്പെടും.
ചെയ്യപ്പെടുന്ന ദിവസം. ആ ദിവസത്തെ കുറിച്ച് ഖുർആനും പഠിപ്പിച്ചു തന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് പരലോകമുണ്ട്, പരലോകം സത്യമാണ്. ആസ്വദിക്കപ്പെടുന്ന ചന്ദ്രന്റെ ഉണ്മ എത്രമാത്രം സത്യമാണോ, താപം നൽകുന്ന സൂര്യന്റെ ഉണ്മ എത്രമാത്രം സത്യമാണോ, കറങ്ങുന്ന ഭൂമിയുടെ ഉണ്മ എത്രമാത്രം സത്യമാണോ, പരന്നു കിടക്കുന്ന മിൽക്കി വേ ഗാലക്സിയുടെ ഉണ്മ എത്രമാത്രം സത്യമാണോ, ശരീരത്തിലൂടെ ഓടുന്ന രക്തത്തിന്റെ സിരകൾ എത്രമാത്രം സത്യമാണോ, അത്രയും സത്യമാണ് പരലോകത്തിന്റെ ഉണ്മ. അതുണ്ട്, അതുണ്ട്, അതുണ്ട്. അതിൽ വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ പ്രത്യേകം ഉണർത്താനുള്ളത്, ഈ ഉള്ളവന്റെ സംസാരത്തിൽ എന്തെങ്കിലും മാനുഷികമായ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിപ്പിട്ട് കുഴപ്പാക്കേണ്ട ആവശ്യമില്ല, വ്യക്തിപരമായി തിരുത്താം. അതേപോലെ ഇനി ഈ ഇവിടെ വെച്ചത് ആർക്കും മറുപടിയല്ല, ആർക്കും മറുപടി പറയാനല്ല ഇവിടെ പരിപാടി വെച്ചത്, ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി ചില ആളുകളുടെ ക്ലിപ്പുമായിട്ട് വന്നേക്കാം, വീണ്ടും ഇതിന് മറുപടി. അതിന് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ക്ലിപ്പിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതിൽ കാണിച്ചതൊന്നും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനോ മറുപടി പറയാനോ, മറുപടിക്ക് മറുപടിയും ഗണനത്തിന് ഗണനും ഇല്ല. അതിന് ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടും മടുപ്പിച്ചുകൊണ്ടും ഒരു കാര്യം എന്തിനാണ് ദീന് പറയുക, ആരെയും കുറ്റം പറയുക നമ്മുടെ ഉദ്ദേശമല്ല. പിന്നെ അതിന്റെ കാര്യം ഇസ്ലാമിന്റെ ആദർശത്തിൽ കടന്നുകൂടുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി തുറന്നു പറയും. അത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുജാഹിദാണ് പറയുന്നത്, ഒരു സലഫിയാണ് പറയുന്നത് എന്ന വർഗീയവാദത്തോടെ കേൾക്കാതെ ഖുർആനാണ് പറയുന്നത്, ഹദീസാണ് പറയുന്നത് എന്ന നല്ല ബുദ്ധിയോടെ കേൾക്കുവാനുള്ള തൗഫീഖ് ഇവിടെ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.